സ്റ്റാർട്ട് ആക്കാം അല്ലേ? ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള സെഷനാണ്, Q&A സെഷനാണ് വരുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2025 എന്നതാണ്. നമ്മുടെ മോഡറേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് മിസ്റ്റർ ബിവിൻ വർഗീസ് ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ആള്. ഓക്കെ, സോ വെൽക്കം ബിവിൻ. Thank you. Quickly coming to the point, നമുക്ക് അറിയാം എല്ലാ വർഷവും നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ അവരുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് സൈഡിലുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനത്തെ, പബ്ലിക്കിനെ അറിയിക്കുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രണ്ട് സെഗ്മെന്റ് ആണ് ഒന്നുള്ളത്. ഒന്ന് നമ്മുടെ റവന്യൂ സൈഡ്, അതായത് കളക്ഷൻ സൈഡും, മറ്റേത് സ്പെൻഡിങ് സൈഡും. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ടാക്സ് മാത്രമായിരിക്കില്ല ബഡ്ജറ്റിന്റെ ഓവറോൾ. നമ്മുടെ ഓവറോൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും ഇൻഡസ്ട്രിക്കാണെങ്കിലും അടുത്ത ഒരു വർഷം ചെയ്യാൻ പോകുന്ന മൊത്തം കാര്യങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു സൈഡും, അതിന് ടോട്ടൽ കോസ്റ്റ് ഇത്രയാവും എന്നുള്ളതും, അതിനകത്തേക്കുള്ള കളക്ഷൻ, ആ കളക്ഷനാണ് ടാക്സ് എന്ന രീതിയിൽ പല പല ടാക്സുകളായിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വന്ന പാർട്ട്. പിന്നെ അതിന്റെ കൂടെ കസ്റ്റംസ്, എക്സൈസ്, പിന്നെ നമ്മുടെ GST റിലേറ്റഡ് സാധനങ്ങളെല്ലാം വരുന്നതാണ്. ഇതാണ് ബഡ്ജറ്റിനെ പറ്റി ഓവറോൾ ഉള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ബഡ്ജറ്റ് നമ്മൾ നാളത്തെ ന്യൂസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് അടുത്തൊരു വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വരുന്ന കുറച്ച് സെഗ്മെന്റ് എന്ന് പറയുന്നത് MSME ആൻഡ് സ്റ്റാർട്ടപ്സിന് ഒരുപാട് ക്രെഡിറ്റ് ആൻഡ് സബ്സിഡൈസ്ഡ് സ്കീമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലെതർ, ടോയ്സ്, ലെതർ പ്രൊഡക്ട്സ്, ചപ്പൽസ്, ടോയ്സ് തുടങ്ങിയ സെഗ്മെന്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിനകത്തേക്കാളും കൂടുതൽ അഗ്രികൾച്ചറിനും അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ഷനും, പിന്നെ യൂത്തിന്, അതായത് യങ് ആൾക്കാരുടെ ഒരു റിസോഴ്സസിന്റെ സ്കിൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് കൂടുതൽ പ്രൊജക്ട്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ടോപ്പിക് ഓഫ് ദ ഡിസ്കഷൻ ഇൻകം ടാക്സ് ആയതുകൊണ്ടും അതിനകത്തേക്ക് ഞാൻ കടന്നു വരാം. തൊട്ട് മുന്നത്തെ ബഡ്ജറ്റും ഇന്നത്തെ ബഡ്ജറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ആയിരിക്കും ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സിലുള്ള സ്ലാബുകൾ, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു എക്സൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ എക്സൽ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? സോ 2024-25ഉം 25-26ഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, 25-26 ആണ് ഇപ്പം നമ്മുടെ നടന്ന ബഡ്ജറ്റ്. 24-25 ആണ് ഇപ്പം നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഈ വർഷം അപ്ലിക്കബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ്. ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയും ആയിരുന്നു, അതായത് 0 to 3, 3 to 7, 7 to 10, 10 to 12, 12 to 15, 15 above. ഇതായിരുന്നു ലാസ്റ്റ് ഇയറിലെ ബഡ്ജറ്റ്. അതായത് നമുക്കിപ്പോൾ അപ്ലിക്കബിൾ ആയ ബഡ്ജറ്റിലെ സ്ലാബ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ സ്ലാബിനും ഓരോ ടാക്സ് റേറ്റ് ഉണ്ട്. അതായത് ഒരാളുടെ ഇൻകം 0 to 3 lakhs ആണെങ്കിൽ അയാൾക്ക് ടാക്സ് 0 ആയിരിക്കും. 3 to 7 lakhs ആണെങ്കിൽ 5% ആയിരിക്കും. 7 to 10 lakhs, ഇത് ലാസ്റ്റ് ഇയറിൻ്റെതാണ് പറയുന്നത്. 7 to 10 lakhs 10% ആയിരിക്കും. 10 to 12 lakhs 15%, 12 lakh to 15% 20%, 15 lakh above പോവാണെങ്കിൽ 30%. ഇത് ലാസ്റ്റ് ഇയറിലാണ് ഈ പറയുന്ന സ്ലാബ് റേറ്റ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇതിനകത്ത് ഈ വർഷത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 0 to 3 എന്നത് 0 to 4 ആയി. അതായത് സ്ലാബ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഓരോന്നും 0 to 4, 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24, 24 above. ഓരോ 4 ലക്ഷത്തിനും 5% വെച്ചാണ് ടാക്സ് കൂടി വരുന്നത്. പണ്ട് 15 ലക്ഷത്തിന് മുകളിൽ ഒരാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് 30% സ്ലാബിലേക്ക് വരുമെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം ഉണ്ടെങ്കിലാണ് 30%ലേക്ക് വരിക. അപ്പം ഇവിടെ 15 ലക്ഷത്തിന് മുകളിൽ 30 വരുന്നതിൽ ഇവിടെ 16 to 20, 20% വരുന്നുള്ളൂ. അങ്ങനത്തെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് റേറ്റ് കുറച്ചുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ദ ഇൻകം ഏർണിംഗ് പേഴ്സൺസിന്റെ സാലറി അല്ലെങ്കിൽ അതിന്റെ ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് ഗവൺമെന്റ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
അതുവഴി കൂടുതൽ ആൾക്കാർ റിട്ടേൺസ് ഫയൽ ചെയ്യുകയും കൂടുതൽ ടാക്സ് ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഗവൺമെന്റിന്റെ ഒരു അസംഷൻ ഉള്ളത്. അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ലാബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണലി ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം, അതായത് 24-25 7 ലക്ഷം വരെ, അതായത് ഇൻകം 7 ലക്ഷം വരെയുള്ള ആൾക്കാരുടെ ടാക്സ് സീറോ ആയിരിക്കും. അത് റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് അഡീഷണലി തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. നിങ്ങളുടെ ഇൻകം 7 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് തരും, 25,000 രൂപയുടെ റിബേറ്റ്. അതായത് 7 ലക്ഷത്തിൽ താഴെയുള്ള 7 ലക്ഷം വരെ ഇൻകം ഉള്ളതിന് മുകളിൽ നിങ്ങൾക്ക് വരുന്ന ടാക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഒരു 20,000 റുപ്പീസ്. ആ 20,000 റുപ്പീസ് നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് തരുവാണ്. നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. 7 ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതൊരു 8 ലക്ഷം രൂപയാണെങ്കിൽ, നമ്മൾ 3 to 7 20,000, 7 to 8 സേ 1 ലക്ഷം രൂപയുടെ 10,000 രൂപ, 30,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. ആ 7 ലക്ഷം രൂപ, 7 ലക്ഷം എന്ന് പറയുന്നത് 7 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നല്ല, 7 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. 7 ലക്ഷത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 lakhs തൊട്ടുള്ളതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആ 7 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഒരു വർഷത്തെ നെറ്റ് ഇൻകം, എല്ലാ ഹെഡിലും കൂടെ ഉള്ള ഇൻകം 12 ലക്ഷം രൂപയോ അതിൽ താഴെയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഈ റിബേറ്റ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയി വരും. അപ്പം 12 ലക്ഷത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ലക്ഷം തൊട്ട് ടാക്സ് അപ്ലിക്കബിൾ ആയി വരും. ഈ 12 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റ് ഒരു ലോ ഇൻകം ഏർണിംഗ് ആൾക്കാർക്ക് ടാക്സ് ബർഡൻ വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് വെച്ചതാണ്. 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. 12 ലക്ഷം വരെയും ടാക്സ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടാക്സ് 12 ലക്ഷത്തിൽ, നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 12 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അത് റിബേറ്റ് തന്ന് ഗവൺമെന്റ് നിങ്ങളെ സേവ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം സാലറീഡ് ആയ ആളാണെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ലാസ്റ്റ് ഇയറിൽ 50,000 റുപ്പീസ്. അതുകൊണ്ടാണ് 7,50,000 വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണ്, നിങ്ങൾക്കൊരു സാലറിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻകം ഉള്ളെങ്കിൽ, അതായത് ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്തിട്ടുള്ള ഇൻകം അല്ല, നിങ്ങൾക്ക് സാലറിയിൽ നിന്നാണ് ഇൻകം എങ്കിൽ 24-25 നിങ്ങൾക്ക് 7.5 lakhs, 7,50,000 വരെ ടാക്സ് ഉണ്ടാവുന്നതല്ല. ഈ വർഷമാണെങ്കിൽ 25-26 ആണെങ്കിൽ 12,75,000. അത് 12,75,000 വരെ ടാക്സ് ഇല്ല എന്നല്ല, അത് അഡീഷണലി വേറൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. അത് സാലറി ഉള്ള ആൾക്കാർക്ക് മാത്രമാണുള്ളത്. ഇതാണ് ഓവറോൾ ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ TDSന്റെ മുകളിൽ പണ്ട് 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്ക് FDയുടെ ഇൻട്രസ്റ്റിന് മുകളിൽ ടാക്സ് പിടിക്കുമായിരുന്നെങ്കിൽ ഇന്നത് 1 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് റെന്റ് എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ വർഷം വരെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് റെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ 2,40,000 രൂപയ്ക്ക് കൂടുതലാണ് ആനുവൽ റെന്റ് എങ്കിൽ നമ്മൾ 10% TDS പിടിക്കണം എന്നുണ്ടായിരുന്നു. അത് 6 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഫോറിൻ എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ എഡ്യൂക്കേഷന് പോകുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ഇയർ വരെ 7 lakhs കൂടുതൽ ഫീസ് ഉണ്ടെങ്കിൽ ബാങ്കിൽ TCS പിടിക്കുമായിരുന്നു. 10%, 20% ഒക്കെ ബാങ്കിൽ TCS പിടിക്കുമായിരുന്നു. ഈ വർഷം തൊട്ടത് 10 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടാണ് ഈ ഫീസ് അടയ്ക്കുന്നതെങ്കിൽ അതിന് TCS അപ്ലിക്കബിൾ അല്ല. ഇതാണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത്. മെയിൻ ചേഞ്ച് സ്ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമുക്ക് നോൺ റെസിഡൻസിന് പ്രിസംപ്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സെഗ്മെന്റിലുള്ളത്. പിന്നെ അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ക്ലബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊവിഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊരു പുതിയ ഇൻകം ടാക്സ് ബില്ല് വരുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ വരുന്ന ചേഞ്ചസിനെ അമെൻമെന്റ് എന്നാണ് വിളിക്കുന്നത്. ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിൽ തന്നെ വരുന്ന മെയിൻ മേജർ ചേഞ്ചസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ബില്ല്. അത് അടുത്ത ആഴ്ച വരുള്ളൂ, അപ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഈ അമെൻമെന്റ്സ് ഒക്കെ ഇങ്ങനെ തന്നെ ആപ്ലിക്കബിൾ ആയിരിക്കും. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആണ്. സോ ക്വസ്റ്റ്യൻസ് ഇഫ് എനി ചോദിക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് കേൾക്കാണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ കേട്ടോ.
ഞാനൊരു സിമ്പിൾ എക്സാമ്പിളും കൂടെ പറയാം, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഞാൻ അഡ്രസ് ചെയ്യാം. സേ ഒരു 12 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക്, നിങ്ങളുടെ ഇൻകം 12 ലക്ഷം രൂപയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം 2024-25 നമ്മൾ ഏകദേശം 80,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. 25-26 ആണെങ്കിൽ നമുക്ക് ടാക്സ് ഒന്നും വരത്തില്ല. അതേ സമയത്ത് നിങ്ങളുടെ ഇൻകം, അതായത് 12 ലാക്സ് എടുക്കാനുള്ള റീസൺ 25-26 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഈ വർഷം 12 ലക്ഷം ഉള്ള ആൾക്ക് 80,000 രൂപ അടയ്ക്കേണ്ടി വരുമ്പോൾ അടുത്ത വർഷം 25-26 12 ലക്ഷം ഉള്ള ആൾക്ക് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. ഈ വർഷം 24 ലക്ഷം രൂപയുള്ള ഒരാൾക്ക് 4,10,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരുമ്പോൾ അടുത്ത വർഷം 24 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് 3 ലക്ഷം രൂപയെ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. അതായത് ഒരു 1,10,000 രൂപയുടെ ടാക്സ് കുറച്ചടച്ചാൽ മതി. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ടാക്സ് റേറ്റില്, ഈ പുതിയ ടാക്സ് റേറ്റില് നമ്മുടെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വരും. ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആണ്. Salary 70,001 I have to pay tax according to the യെസ്. ആത്മ ടെക്നിക്കലി അങ്ങനെയാണ് വരിക. കാരണം 12,70,75,000 എന്നുള്ളതാണ് കണക്ക്. ചാറ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, 12,70,75,000 എന്നുള്ളതാണ് കണക്ക്. 1 രൂപ കുറച്ചിട്ടാൽ മതി, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. പിന്നെ ഇതിന് നമുക്ക് റിലീഫ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമുക്ക് തൊട്ട് താഴെയുള്ള അതായത് 12,70,75,000 രൂപ ഇൻകം ഉള്ള ആൾ ടാക്സ് അടയ്ക്കുകയും വേണ്ട, 12,75,001 ആൾ ടാക്സ് അടയ്ക്കുകയും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സിറ്റുവേഷനിൽ ഈ 1 രൂപ കൂടുതൽ കിട്ടിയ ആൾക്ക് അഡീഷണലി ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതിന് അഡീഷണൽ കിട്ടിയ ഇൻകത്തിന്റെ അത്രയും മാത്രം ടാക്സ് അടയ്ക്കാൻ പറ്റുന്ന ഒരു റിലീഫ് ഉണ്ട്. അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതുവരെ അത് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ജനറലി അങ്ങനെ ഒരു റിലീഫ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനും കൂടി ഉണ്ട്. അതായത് തൊട്ട് നമ്മുടെ ഇൻകത്തിനൊക്കെ ലിമിറ്റിന് തൊട്ട് മുകളിൽ ഇൻകം വരികയും അത് കാരണം നമ്മൾ ഒരുപാട് ടാക്സ് അടയ്ക്കുകയും വേണ്ടി വരുവാണെങ്കിൽ നമ്മുടെ അഡീഷണലി ഉള്ള ഇൻകത്തിന്റെ അത്രയും മാത്രം ടാക്സ് അടച്ചാൽ മതിയാവും. ഓക്കെ, ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആത്മയുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ വോയിസ് അയച്ച് ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഓഡിയോ അവൈലബിൾ ആണ്. ഹായ്. ഹായ്. ഹായ്, എൻ്റെ പേര് നൈസ് എന്നാണ്. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലൊന്നും മാറ്റം വന്നിട്ടില്ലല്ലോ. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ കഴിഞ്ഞ ബഡ്ജറ്റുമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ല. പക്ഷെ കുറച്ച് പ്രൊവിഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻകം ക്ലബ് ചെയ്യും. അതായത് ഇത്രയും കാലം നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ടാക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ നോർമൽ ഇൻകത്തിന്റെ കൂടെ അല്ല ടാക്സ് ചെയ്തുകൊണ്ടിരുന്നത്, സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ടാക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു ചേഞ്ച് വന്നു എന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. കാരണം ബില്ല് പുറത്ത് വന്നിട്ടില്ല. നമുക്കിന്ന് ബഡ്ജറ്റിന്റെ അറിവുകൾ മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റിൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള അറിവേ മാത്രമേ ഉള്ളൂ. ബില്ല് പുറത്തു വന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയൊരു ഡിസ്കഷൻ, ഇങ്ങനെയൊരു പൊസിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ പക്ഷെ നമുക്കൊരു ഇൻകം 15 ലക്ഷം രൂപയാണെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ കൂടി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിന് 10%, 20%, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കബിൾ ആയ റേറ്റിൽ എത്രയാണോ അതിലായിരുന്നു ടാക്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം തൊട്ട് അത് നമ്മുടെ സ്ലാബിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ഞാനും വായിച്ചു. പക്ഷെ ബില്ലിലല്ല, ഒരാൾ ഷെയർ ചെയ്തിട്ടാണ് വായിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ ചെയ്യാം. ഫൈനലി എനിക്കൊന്ന് കൺഫർമേഷൻ ആയതിനു ശേഷം ഞാൻ ഫൈനൽ അപ്ഡേഷൻ തരാം. ഓക്കെ ഓക്കെ ഫൈൻ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത്, അത് ആക്ച്വലി ഈ ഡിഡക്ഷൻസ് നമ്മുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ സെയിം സ്ലാബിൽ തന്നെ ഉള്ളതല്ലേ ഉള്ളൂ ഇപ്പോഴും? അതിലൊന്നും മാറ്റം വന്നിട്ടില്ലല്ലോ.
ഡിഡക്ഷൻസ് ഇൻ ദ സെൻസ് നമുക്ക് ഈ ന്യൂ ടാക്സ് റെജീമില് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പിന്നെ NPS-ലേക്ക് വോളണ്ടറിലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അപ് ടു 50,000 മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നുള്ളൂ. അതല്ലാതെ പണ്ടുണ്ടായിരുന്ന ഇൻഷുറൻസ്, ഹൗസിംഗ് ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, ആ കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് ന്യൂ റെജീമിൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ 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 ഫൈൻ, താങ്ക്സ്. ഓക്കെ. ആത്മ ഓൾ ടാക്സ് റെജീം അപ്ഡേറ്റ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ന്യൂ ടാക്സ് റെജീം ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ടും ഈ ബഡ്ജറ്റിലും ഒക്കെ കൂടുതൽ ഡിഡക്ഷൻ. ഇപ്പൊ ഞങ്ങളൊരു കമ്പാരിസൺ എടുത്ത സമയത്ത് മിനിമം ഒരു 3 lakhന്റെ ഡിഡക്ഷൻ ഉള്ള ആൾക്കാർക്ക് ന്യൂവും ഓൾഡ് ടാക്സ് റെജീമും തമ്മിലുള്ള ടാക്സ് ഡിഫറൻസ് ഈക്വൽ ആക്കാൻ പറ്റുള്ളൂ. കാരണം ഓൾഡ് ടാക്സ് റെജീമിൽ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് വരുന്നത് 0 to 3, 0% 3 to 5, 5%, 5 to 10, 20%, 10 above 30% എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡിഡക്ഷൻ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഹയർ 2 lakh 3 lakh എമൗണ്ട് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബ്രേക്ക് ഈവൻ ആവുള്ളൂ, അതായത് ടാക്സ് 0 ആയി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾഡ് ടാക്സ് റെജീം അപ്ഡേറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസസ് കുറവാണ്. ഇതുവരെ അങ്ങനത്തെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇത്രയും ഡിഡക്ഷൻ ഉള്ള ഒരു മൈനർ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ് വരാൻ ചാൻസ് കുറവാണ്. ഓവറോൾ ബെനിഫിറ്റ് എടുത്താലും ഞാൻ പറഞ്ഞ പോലെ ഇത്രയും എമൗണ്ടിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓൾ ടാക്സ് എടുത്തിട്ട് ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഇൻകം ടാക്സ് ബില്ല് വരിക എന്നുള്ളതാണ്. അപ്പം അതിൽ ചേഞ്ചസ് നമുക്ക് എന്ത് വേണമെങ്കിലും വരാം. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസിന്റെ അമെൻമെന്റോ ഇൻക്ലൂഷനോ ആണ് ഓരോ ബഡ്ജറ്റിലും നമ്മൾ ചെയ്യുക. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമേ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ബില്ല് കൊണ്ടുവരണം, ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരണം. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പം ക്രിപ്റ്റോ കറൻസീനെ VDA എന്ന് പറയുന്നത് വെർച്വൽ ഡിജിറ്റൽ അസറ്റില് കേസിൽ ഒരു മണി ബുള്ളിയൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നാണ് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ബെനിഫിറ്റ് ഒന്നും തരില്ല. പക്ഷെ നിങ്ങൾ 6 വർഷത്തേക്ക്, അതായത് നിങ്ങളൊരു ഒരു ക്രിപ്റ്റോ കറൻസി വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെർച്വൽ ഡിജിറ്റൽ അസറ്റ് വിറ്റിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ 6 വർഷം വരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അത് അസസ് ചെയ്യാമെന്നുള്ളതും അതിനെ 158B എന്ന് പറയുന്ന സെക്ഷനിൽ, അതായത് ഈ ബുള്ളിയൻ, മണി, ടെൻഡേഴ്സ്, അങ്ങനെ കറൻസിയുടെ ആ ഒരു സെഗ്മെന്റ് പറയുന്നതിനകത്ത് അതിന്റെ മീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്ത് അസസ് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചിലപ്പം ഈ പറയുന്ന ബില്ല് വരുമ്പോൾ നമുക്ക് ചേഞ്ച് ആവാം. അതും ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ബില്ലിന് വേണ്ടിയിട്ട്. അപ്പോ ആക്ച്വലി അങ്ങനെ വരുമ്പോൾ ക്രിപ്റ്റോയുടെ നിലവിലുള്ള ടാക്സിന് ചേഞ്ചസ് വരുമോ അതോ സെയിം തന്നെ ആയിരിക്കും? ക്രിപ്റ്റോയുടെ നിലവിലുള്ള ടാക്സിൽ ചേഞ്ച് ഇല്ല. കാരണം ക്രിപ്റ്റോ ഇപ്പം ഹയസ്റ്റ് റേറ്റിൽ തന്നെ അപ്ലിക്കബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി യൂണിയൻ ബില്ല് വന്നാൽ മാത്രം, അതായത് ഇൻകം ടാക്സ് ബില്ല് വന്നാൽ മാത്രമേ അതിനെ നോർമൽ ഷെയർസിന്റെയോ അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറി, ഇപ്പൊ ഷെയർസിന്റെ കാറ്റഗറിയിലേക്കല്ല, അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബുള്ളിയൻ മണി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ, അതായത് നോർമൽ കറൻസി എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഇപ്പോഴും ഹയർ ടാക്സ് റേറ്റ് തന്നെയാണ് അപ്ലിക്കബിൾ ആയിരിക്കും. ആത്മ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത് നെറ്റ് സാലറി, നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നതാണ്. CTC അല്ല. CTC എന്ന് പറയുന്നത് കമ്പനിക്ക് ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റും CTCയിലാണ്. കോസ്റ്റ് ടു ദ കമ്പനിയാണ്. നിങ്ങൾക്ക് വേണ്ടി കമ്പനി സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും CTCക്കകത്താണ് വരുന്നത്. ടാക്സ് വരുന്നത് ശരിക്കും ആത്മ അല്ലെങ്കിൽ ഒരാള് ഏൺ ചെയ്യുന്ന, അയാൾക്ക് ആക്ച്വലി സാലറി എന്നുള്ള രീതിയിൽ കിട്ടുന്ന. അപ്പം റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ
അത് സാലറിയുടെ ഭാഗമായിട്ടായിരിക്കും വരിക. കമ്പനി റെന്റ് കൊടുക്കും, അക്കോമഡേഷന് റെന്റ് കൊടുക്കുന്നത് കമ്പനിയാണ്, നമുക്കൊന്നും തരുന്നില്ല. കമ്പനി എല്ലാ സ്റ്റാഫിനും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് CTC-ക്കകത്ത് വരും, പക്ഷെ സാലറിക്കകത്ത് വരത്തില്ല. അല്ലെങ്കിൽ സാലറിക്കകത്ത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻക്ലൂഡഡ് ആണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് സാലറിയിലേക്ക് അകത്ത് ഇൻക്ലൂഡ് ആവും. ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത് നമ്മൾക്ക് കിട്ടുന്ന സാലറി പ്ലസ് ബെനിഫിറ്റ്സിന്റെ മുകളിൽ മാത്രമായിരിക്കും. ചേഞ്ച് ഇൻ ടാക്സ് സ്ലാബ്സ് ഇന്ന കാറ്റഗറി ഓഫ് പേഴ്സൺസിന് ബെനിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ടോട്ടൽ സ്ലാബ് ആണ് മാറിയിരിക്കുന്നത്. അപ് ടു 24 ലക്ഷം രൂപ അല്ലെങ്കിൽ അപ് ടു 12 ലക്ഷം രൂപ ഇൻകം ഉള്ള, അത് ബിസിനസ് ആവാം, പ്രൊഫഷൻ ആവാം, സാലറി ആവാം, അല്ലെങ്കിൽ ഈ റെന്റൽ ഇൻകം ആവാം. അങ്ങനെ ഏത് കാറ്റഗറി ഓഫ് ഇൻകത്തിൽ നിന്ന് അപ് ടു 12 ലാക്സ് ഇൻകം കിട്ടുവാണെങ്കിൽ, സാലറി ആണെങ്കിൽ മാത്രം 12,75,000 ഇൻകം കിട്ടുവാണെങ്കിൽ അവർക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺസ് ഇൻഡിവിജ്വൽസിനെയാണ്, അതായത് ഒരു 24 ലാക്സ് ബിലോ, അതായത് 2 ലാക്ക് ബിലോ അല്ലെങ്കിൽ 1 ലാക്ക് ബിലോ മന്ത്ലി ഇൻകം ഉള്ള ഒരു നമുക്കൊരു റെഗുലർ ഇൻകം ഏർണിംഗ് പേഴ്സൺസ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു സെഗ്മെന്റിനാണ് ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരിക. കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ട് വരുന്ന സമയത്ത് ടാക്സിന്റെ ഒരു ബേർഡൻ കോമൺ പീപ്പിളിന് കൊടുക്കണ്ട എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വരുന്നത്. ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ ഡിനോട്ട് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? സോ ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് വരുവാണെങ്കിൽ ജസ്റ്റ് ഗിവ് മി സേ വാട്സ്ആപ്പ് ടെക്സ്റ്റ്, ഞാൻ ഗ്രൂപ്പിലുണ്ട്, or I'll post my number here. ഈ നമ്പറിലേക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വോയിസ് അയച്ചിട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്തോളാം. അസൈൻമെന്റ് മെസ്സേജ് അയച്ച് ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ ഞാൻ ഉറപ്പ് പറയുന്നില്ല, ബട്ട് ചിലപ്പോൾ ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഓഫീസ് അവേഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിനുശേഷം എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓർ യു ക്യാൻ കോൺടാക്ട് മീ. ഡൗട്ട്സ് ചെറുതോ വലുതോ ആയ ഡൗട്ട്സിന് കോൺടാക്ട് ചെയ്യാം, ഓർ കണക്ട് മീ ടു ഡു ദീസ് തിങ്സ് ഡൺ. ഓക്കെ. നമുക്ക് നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ. ഷുവർ ഷുവർ. സോ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ലിവിൻ. സോ വൈൻഡ് ചെയ്യാം. താങ്ക് യു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓർ ജസ്റ്റ് ടെക്സ്റ്റ് മീ യുവർ ഡൗട്ട്സ്, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.